എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പ്. പി.വി. അൻവർ എം.എൽ.എക്കെതിരെ ഒക്ടോബർ 7 CPIM നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും റാലിയും സംഘടിപ്പിക്കും. നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് CPM ഏരിയ സെക്രട്ടറിമാർ ഇക്കാര്യം അറിയിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. പ്രഖ്യാപിച്ചത് നിലമ്പൂരിലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഭാവി നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പന്തം കണക്കെ ആഞ്ഞടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ ഒരു നനഞ്ഞ പടക്കമായി പോയി എന്നതാണ് അതിൻ്റെ അനുഭവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ആളുകൾ കുറച്ചുകൂടി, അത് സ്വാഭാവികം, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ്. പക്ഷെ അദ്ദേഹം നിലമ്പൂരിലെ പാർട്ടിക്ക് ഉൾപ്പെടെ എതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരാരും വന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാരും പ്രചരണത്തിന് എത്തിച്ചേർന്നില്ല. അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് പിന്നീട് ജയിച്ചു എന്ന നിലയിലാണ്. വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലൊന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു പര്യടന പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രചരണത്തിന് എത്തിച്ചേർന്നാൽ അത് അദ്ദേഹത്തിന് കൂടി, അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന എതിർ പ്രചരണങ്ങളുണ്ട്. പ്രചരണങ്ങൾ മാത്രമല്ല, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ കൊടുത്തതാണ്. MLA കാണാനില്ല, ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം. അത്തരം പ്രചരണങ്ങൾക്ക് കരുത്തു പകരും എന്നത് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുഖ്യമന്ത്രിയുടെ പരിപാടി വെക്കാൻ സാധിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കോ CPIMനോ അല്ല. അദ്ദേഹം സ്ഥലത്തില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ അന്ന് LDF കൺവീനറായിരുന്ന സഖാവ് എ. വിജയരാഘവൻ നയിച്ച രാഷ്ട്രീയ വിശദീകരണ ജാഥ ഈ മണ്ഡലത്തിലും വന്നിട്ടുണ്ട്. മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സ്വീകരണം നൽകിയിട്ടുണ്ട്, വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. മറ്റു പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും ഈ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ, അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഒരു പ്രാഥമിക പരിശോധനയിൽ പോലും ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം ഇപ്പോൾ അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ മണ്ഡലത്തിലെ CPIMൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ അനുഭാവിയും ഈ കടുത്ത എതിർപ്രചരണം, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മൂലം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിച്ചിട്ടുള്ള കടുത്ത എതിർപ്രചരണത്തെ മറികടന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തെരഞ്ഞെടുപ്പിൽ എതിർത്തിരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ രണ്ടാമത്തെ ഘട്ടമായപ്പോഴേക്കും എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും കൂടെ സജീവമായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവസാനം അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം വിജയിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള വിലയിരുത്തൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പിണറായിക്ക് ഒരു വോട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്.
ഞങ്ങളൊരിക്കലും അങ്ങനെ വിലയിരുത്തുന്ന ഒരു പാർട്ടിയല്ല, വ്യക്തി കേന്ദ്രീകൃതമായി വിലയിരുത്തുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങൾ വിലയിരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, മഹാദുരന്തത്തിലുൾപ്പെടെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ സമീപനം, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിനുള്ള സ്വീകാര്യത, ഇതെല്ലാം ചേർന്നാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയം സാധ്യമായത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയത്. പക്ഷെ അദ്ദേഹം വിലയിരുത്തിയത് പിണറായിക്ക് ഒരു വോട്ടുണ്ട്, അതുകൊണ്ട് ജയിച്ചു എന്ന അടിസ്ഥാനത്തിലാണ്. ഏതായാലും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് ഉന്നയിച്ചിട്ടുള്ളത്. അത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം എന്ന് ബോധപൂർവം ആലോചിച്ച് ഒരാളും ഇവിടെ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും എല്ലാം അന്ന് ഉയർത്തിക്കൊണ്ടിരുന്ന അതിശക്തമായ എതിർപ്രചരണത്തെ പ്രതിരോധിച്ചാണ്, ഫലപ്രദമായി പ്രതിരോധിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചത്. അത് ആ ഘട്ടത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആക്ഷേപം അദ്ദേഹത്തിൻ്റെ സകല വരുമാനവും സമ്പത്തും എല്ലാം പാർട്ടിക്ക് വേണ്ടി ചിലവായി ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ അതിനെ നിഷേധിക്കാനും അതിനെ തള്ളിക്കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, PK സൈനബ, TK ഹംസ എന്നിവർ നിലമ്പൂരിൽ നടക്കുന്ന വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കും. നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ആണെന്ന MLAയുടെ ആരോപണം തള്ളിക്കളയുകയാണ്. നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് MLAയുടെ കഴിവുകേടാണ്. PV അൻവർ ഈ സമയങ്ങളിൽ ആഫ്രിക്കയിലായിരുന്നു. UDFകാർ MLAയെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം എന്നടക്കം ആവശ്യപ്പെട്ടപ്പോൾ അൻവറിന് പ്രതിരോധം തീർത്തത് പാർട്ടിയും പ്രവർത്തകരുമാണ്. പാർക്ക് വിഷയത്തിൽ ഉൾപ്പെടെ ഈ പ്രതിരോധമുണ്ടായിരുന്നു. അമരമ്പലത്തെ സ്വകാര്യ തോട്ടം ഉടമ ഉൾപ്പെടെ രംഗത്ത് വരികയും UDF പ്രതിഷേധം ഘടിപ്പിച്ചപ്പോഴും പാർട്ടി പ്രവർത്തകരാണ് അൻവറിനൊപ്പം ഉണ്ടായതെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷക്കാലമായി അദ്ദേഹത്തിനെ രാഷ്ട്രീയമായും അദ്ദേഹം നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങളിലും എല്ലാവർക്കും അറിവുള്ളതാണ്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, എന്തെല്ലാം ആരോപണങ്ങളാണ്, എന്തെല്ലാം ആക്രമണങ്ങളാണ് അദ്ദേഹത്തിനെതിരായി രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ അഴിച്ചുവിട്ടത്. രാഷ്ട്രീയ എതിരാളികളല്ലാത്ത ചിലരും, ഇപ്പോൾ അമരമ്പലത്തൊരു തോട്ടമുടമ, അങ്ങനെ പല കക്ഷികൾ, അവരെല്ലാം അദ്ദേഹത്തിനെതിരായി വലിയ ആക്രമണങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കേണ്ടായി, ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ടായി. ആ സന്ദർഭത്തിലെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകർ, കാരശ്ശേരി മാഷും നീലകണ്ഠനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പരസ്യമായി സമരം ചെയ്തതാണ്. അത്തരത്തിലെല്ലാം അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ, അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇവിടെ CPM ചെയ്തത്, ഇടതുപക്ഷം ചെയ്തത്. അദ്ദേഹത്തെ കൂടെ നിൽക്കുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹൈക്കോടതിയുടെ വിധി ഉൾപ്പെടെ വന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയാണ്, അദ്ദേഹത്തെ പ്രതിരോധിക്കുകയാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും CPM ചെയ്തത്. ഇതാണ് വസ്തുത. അതിപ്പോൾ അദ്ദേഹം ആ രൂപത്തിൽ കാണാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നു. 2 ടേമായി പ്രവർത്തിക്കുന്ന ഒരു MLAക്ക്, ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക? അദ്ദേഹമല്ല ജനപ്രതിനിധി, അദ്ദേഹമല്ല നിയമസഭയിൽ പോകുന്നത്, അദ്ദേഹമല്ല ഈ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണോ? ഒരു അടിസ്ഥാനവുമില്ലാത്തൊരു ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ അതികഠിനമായി ആക്ഷേപിക്കുക, ബുള്ളബം പറയുക. ഇതെന്തൊരു രീതിയാണ്? അദ്ദേഹം തന്നെ ഇത്രയും കാലം പറഞ്ഞൊരു കാര്യം, മറ്റ് പല മണ്ഡലങ്ങളെയും അപേക്ഷിച്ച് അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ താല്പര്യവും വാത്സല്യമൊക്കെ വെച്ച് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് ഇവിടെ എനിക്ക് തന്നു, നിലമ്പൂർ മണ്ഡലത്തിന് തന്നു എന്നാണ്. ഇതാണ് അദ്ദേഹം നാട് നീളെ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു വികസന പ്രവർത്തനവും നടത്താൻ സമ്മതിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അഭിമാനകരമായ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്ന് പൂർത്തീകരിച്ചത് ഏതൊരാൾക്കും ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അത് മലയോര ഹൈവേ ആയാലും മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ നടന്ന വികസനമായാലും അത്തരം ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്.
അത് നിലമ്പൂരിൽ കുറച്ച് കൂടി അദ്ദേഹം നേരത്തെ അവകാശപ്പെട്ടിരുന്നത് പോലെ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം കൂടി വെച്ച് കൂടുതൽ നടന്നു എന്നല്ലാതെ, കൂടുതൽ അനുവദിച്ചു എന്നല്ലാതെ, കൂടുതൽ പണം അനുവദിച്ചു എന്നല്ലാതെ ഒരു വിവേചനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താ? ഒരു സ്വാഭാവികമായി ഒരു ജനപ്രതിനിധി ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ അദ്ദേഹം ദീർഘകാലം സ്ഥലത്തില്ലാതിരുന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? മറ്റു പല MLA-മാരും എല്ലാ ഓഫീസുകളും നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നിരന്തരം UDF, LDF എന്ന വ്യത്യാസമില്ലാതെ കാര്യം നടക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പോകാനുള്ള സമയമില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളാരും ഒരു ആക്ഷേപത്തിനും ഇതുവരെ മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ആ നിലയ്ക്ക് പോകണം എന്ന അടിസ്ഥാനത്തിലല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അദ്ദേഹം ചെയ്യേണ്ട ചുമതല അദ്ദേഹം ചെയ്യാതെ, അദ്ദേഹത്തിന് സാധിക്കാതെ, അദ്ദേഹം തലത്തില്ലാത്തതിൻ്റെ പേരിൽ മാത്രം കേസ് വന്ന ഒരു MLA. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്. ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുകയാണ്. അപ്പോഴും ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്. ഈ പ്രതിരോധവും സംരക്ഷണവുമല്ലാതെ മറ്റൊന്നും എതിരായ യാതൊരു കാര്യവും ഇവിടെ ഇടതുപക്ഷവും CPM-ഉം അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല. പക്ഷേ അവസാനം അദ്ദേഹം ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ഉപേക്ഷിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുരയ്ക്ക് മേലെ ചായുക മാത്രമല്ല ചെരിഞ്ഞ് വീഴും ചെയ്തപ്പോൾ എടുത്തു മാറ്റി. ഇതാണല്ലോ ഞങ്ങൾ സ്വീകരിച്ച സമീപനം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുൻപ് അൻവർ ഇടപെട്ടിട്ടുണ്ട്. ആദർശ ധീരത പറയുന്ന അൻവർ മുൻപ് കൊലക്കേസിലും പ്രതിയായിട്ടുണ്ട്. കൂടുതൽ പാർട്ടിക്കെതിരെ രംഗത്തു വന്നാൽ അൻവറിന്റെ കുടുംബമഹിമ ഉൾപ്പെടെ പറയേണ്ടി വരുമെന്നും തന്റെ കഴിവും വ്യക്തിപ്രഭാവവും കൊണ്ടാണ് ജയിച്ചതെന്ന അൻവറിന്റെ നിലപാടിൽ സഹതാപം മാത്രമാണുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നിലമ്പൂർ ഏരിയ സെക്രട്ടറി E. പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് K. ആന്റണി, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.